പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഞാൻ വാഴയ്ക്ക് തടപ്പുഴു വരാതിരിക്കുന്നതിനെക്കുറിച്ചും കുല വരാറായ വാഴയുടെ വളപ്രയോഗത്തെക്കുറിച്ചുമാണിന്ന് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നട്ട വാഴയാണ്, പൂവൻ വാഴയാണ്. പൂവൻ വാഴ നമ്മുടെ നാട്ടിലിപ്പോൾ വിരളമാണ്. എൻ്റെ ഒരു സുഹൃത്ത് 2-3 കന്ന് തന്നു, അതാണ് നട്ടത്. നന്നായി വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇലയൊക്കെ വെട്ടി മാറ്റണം. ചോട്ടിൽ തന്നെ ഇട്ടാൽ മതി. എപ്പോഴും തടയിൽ നിന്ന് അരയടിയെങ്കിലും ഇതിൽ വച്ചിട്ട് മാത്രമേ ഇല വെട്ടി മാറ്റാവൂ. നട്ടപ്പോൾ വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ ആവശ്യം പോലെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് 16 രാസവളം ഒരു തവണ പ്രയോഗിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇത് 1 മാസം കൊണ്ട് കുടം വരും. ഇനി പൊട്ടാഷ്യം യൂറിയയുമാണ് ഇതിന് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, 5 കന്ന് ഇതിൽ വന്ന് നിൽക്കുകയാണ്. ഇതിങ്ങനെ നിർത്തിയിരുന്നാൽ വാഴയുടെ കുല മോശമാകും. കുടം വന്നതിന് ശേഷം നിർത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചവിട്ടി മയക്കിയിടണം. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വെട്ടിക്കളയല്ല ചെയ്യുന്നത്. ചവിട്ടി ഒടിക്കുക, എന്നിട്ട് നന്നായിട്ട് ചതയ്ക്കുക. വെട്ടിക്കളഞ്ഞാൽ ഇത് ഉടനെ തന്നെ വീണ്ടും കയറി വരും. ഒടിയാത്ത തരത്തിൽ ചവിട്ടി വളച്ച് ചതച്ചിടണം. ഈ ഒരു കന്ന് പൂവനായതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അത് പിഴുതു നടുന്നതല്ല, ഇത് ഇതിൽ തന്നെ നിർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ അതങ്ങനെ നിർത്തിയിരുന്നാൽ നമുക്ക് അടുത്ത തവണ നല്ല വലിയൊരു കുല കിട്ടും. ഇതിപ്പോഴേ വളർന്നു നിൽക്കട്ടെ എന്ന് കരുതുകയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബാക്കിയെല്ലാം ചവിട്ടി ഉടച്ചു. ഇനി വേണ്ടത് പൊട്ടാഷ്യം യൂറിയയും. ഒരു വാഴയ്ക്ക് പൊട്ടാഷ്യം യൂറിയയും സമം ചേർത്ത് 1/2 കിലോ വീതം ഒരു 3 അടി അകലത്തിൽ ഇടുക. അതാണ് രണ്ടും കൂടി ഏകദേശം 1/2 കിലോയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി ഇതിൽ അല്പം മണ്ണിട്ട് മറയ്ക്കണം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട വളപ്രയോഗം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കുക, ഇതിൻ്റെ ഇതിൽ ഇതേവരെ തടപ്പുഴുവിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. അത് ഇനിയും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, വേപ്പെണ്ണ കീടനാശിനി നമുക്ക് തടവാൻ പറ്റില്ല. തടവാൻ ഇവിടം തൊട്ട് ഇതുവരെ എത്തും. ബാക്കി ഭാഗം കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ബാർ സോപ്പ്, ചെറു കഷ്ണങ്ങളാക്കിയ ബാർ സോപ്പ് ഈ കവിളിൻ്റെ ഇടയിൽ ഇടണം. ഒരു 3-4 കഷ്ണം കവിളിൻ്റെ ഇടയിലിടുക. മഴക്കാലമായതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഈ സോപ്പിൽ പതിച്ചിട്ട് തടയിൽ കൂടെ ഒഴുകും. അപ്പോൾ ഒരു വിഴുവിഴായിരിക്കുന്നത് കൊണ്ട് പ്രാണി വന്ന് കൊത്തി മുട്ടയിടില്ല. ഇനി ഇതിൽ വേപ്പെണ്ണ കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 ലിറ്റർ വെള്ളമാണ് സ്പ്രേയറിൽ എടുത്തിരിക്കുന്നത്. 10 ml വേപ്പെണ്ണ കീടനാശിനി അതിലൊഴിച്ചു. ഇനി അത് ഈ തടയിൽ സ്പ്രേ ചെയ്യാണ് വേണ്ടത്.
കുന്താലി എടുത്തോണ്ടോ, അതെങ്ങനെ ഇരിക്കട്ടോ, കുന്താലി എടുത്തോണ്ടോ. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തറ മുതൽ ഇലയുടെ മധ്യഭാഗം വരെയെങ്കിലും അടിച്ചു കൊടുക്കണം. ഏറ്റവും മേലിൽ വരെ എത്തി 4 വശവും ഇതേമാതിരി സ്പ്രേ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ വൻകിട വാഴ കർഷകർക്കൊക്കെ ഇതൊക്കെ അറിയാം. നമ്മുടെ വീട്ടിൽ 2 3 മൂട് നടുന്നവര് കൊലച്ചപ്പ ഒടിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടാ വരിക. കൊലച്ചപ്പ ഒടിഞ്ഞു പോകുന്നത് നേരത്തെ കൂട്ടി പുഴു കയറി പ്രാണി കൊത്തി മുട്ടയിട്ടത് പുഴുവായി പീണ്ടി തിന്നു കഴിയുമ്പോഴാണ് വാഴ ഒടിയുന്നത്. 4 മാസം മുതൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുഴുവിന്റെ ശല്യമേ ഉണ്ടാവില്ല, നമുക്ക് നല്ല കൊല കിട്ടുകയും ചെയ്യും. തടപ്പുഴു കയറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2 3 പ്രാവശ്യം ഒരാഴ്ച ഇടവിട്ട് 2 3 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മാത്രമേ അകത്ത് കയറി പുഴുവായത് പോവുകയുള്ളൂ. വേപ്പെണ്ണ പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ, ബാർ സോപ്പും വേപ്പെണ്ണയും പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ പ്രാണി മുട്ടയിടില്ല, പുഴു ഉണ്ടാവുകയുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വളമിട്ട് കഴിഞ്ഞു. ജൈവവളത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ആവശ്യം പോലെ ജൈവവളം ഇട്ടതാണ്. ഇപ്പോൾ പൊട്ടാഷ്യം യൂറിയയും കൂടി 1/2 കിലോ ഇട്ടു. ഇനി മണ്ണ് ദൂരെ ഇന്ന് കുറേശ്ശെ മണ്ണ് പറണ്ടി ചുവട്ടിലോട്ട് അടുപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇതിന്റെ ചുവട്ടില് വല്ല പുല്ലോ തോലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് മറയ്ക്കാവുന്നതുമാണ്. ഇപ്പൊ മഴ നല്ലപോലെ ഉള്ളത് കൊണ്ട് ചുവട് മറച്ചോളണമെന്നില്ല. ഒരു കന്ന് ഞാൻ നിർത്തിയത് ഏത്തവാഴയാണെങ്കിൽ അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല. പൂവൻ വാഴയൊക്കെ ആകുമ്പോൾ ഒരു കന്ന് നിർത്തിയിരുന്നാൽ അതവിടെ തന്നെ നിർത്തിയേക്കാം. ഇനി ഈ ചവിട്ടി കളഞ്ഞ കന്നൊക്കെ കിളിച്ചു വരും, അതൊക്കെ പിഴുത് മാറ്റി നടാം. ഈ ഒരു കന്ന് നിൽക്കുന്നതിൽ നിന്ന് നമുക്ക് വലിയൊരു കൊല കിട്ടും. അതിന് സമയാസമയത്ത് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി. പുറത്തെ വശം മതി. കന്ന് ചവിട്ടി താത്ത് ചവിട്ടിക്കൊണ്ട് മണ്ണിടും. ആ വേര് തെളിഞ്ഞിടത്തുനിന്ന് മണ്ണെടുക്കല്ലേ. പുറത്തുനിന്ന് മതിയിടാതെ അല്ലെ, വേര് മേലെ വേര് വരും. വേണ്ട പുറത്തുണ്ട്, വേണ്ട ആ ചവറും എല്ലാം അവിടെ നിന്ന് വെട്ടിയിടും. ചുവട്ടിൽ മണ്ണൊക്കെ ഇട്ടു. ഇപ്പം നിങ്ങൾ കണ്ടറിയാം, തറ നിരപ്പിൽ നിന്ന് ഒരു 1/2 അടി താഴെ ഉയരമേ ഉള്ളൂ. ചിലരൊക്കെ ആദ്യത്തെ വളമിടുമ്പോൾ തന്നെ കുഴി നികത്തിക്കളയും. അങ്ങനെ ചെയ്തുകൂടാ. വളമിടുമ്പോഴൊക്കെ വളം മറയത്തക്കവണ്ണം മണ്ണിട്ടാൽ മതി. ലാസ്റ്റ് ആവുമ്പോൾ ഇത്രയും പൊങ്ങി വയ്ക്കണം. ഇനി നമുക്ക് ചെയ്യാവുന്നത്, കുടം വന്നു കഴിയുമ്പോൾ കുറെ കൂടി മണ്ണ് ചുവട്ടിലോട്ട് അടുപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയുമാണ് ഒരു വാഴയ്ക്ക് ചെയ്യേണ്ടത്. ഇനി ഇന്നിവിടെ നിൽക്കുന്ന വേറെ 2 മൂട് പൂവനും
ഒരേത്തനുമുണ്ട്. അതിനു കൂടി ഇതുപോലെ വളമിടുകയാണ്. അത് കാണിക്കണ്ടല്ലോ. കെട്ടി സുഹൃത്തുക്കളെ, ഇത് അതിന് ശേഷം നട്ട ഒരു മൂട് പൂവനാണ്. അതില് മൂന്ന് കിളിയലുണ്ട്. അത് പറ്റിയത് ആദ്യം കിട്ടിയ ഒരു പൂവങ്കന്ന് ഗ്രോ ബാഗിൽ നട്ടുവച്ചിരുന്നു. പക്ഷെ ആ തള്ളക്കന്ന് കേടുവന്നു പോയി. പക്ഷെ ചുവട്ടിൽ നിന്ന് 3 കിളിർപ്പ് വന്നു. ഞാൻ അതേപടി എടുത്ത് തറയിൽ നട്ടതാണ്. വലിയ പരിചരണമൊന്നും ഇതുവരെ കൊടുത്തില്ല. മിക്സ്ചർ മാത്രമാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് ഇതിന് വളപ്രയോഗം, ജൈവവളവും ഇതിന് വേണം. വളപ്രയോഗം നടത്തുകയാണ്. 3 കൊല കിട്ടും. പൂവനാണ്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ കാണിക്കുന്നത് ഒരു ഏത്തവാഴയാണ്. സ്വർണ്ണമുഖിയുടെ പ്രത്യേകത 30 മുതൽ 50 കിലോ വരെ തൂക്കമുള്ള കുല കിട്ടും. കൊലയ്ക്കാൻ 10 മാസമെങ്കിലും എടുക്കും. അപ്പോൾ ഇത് 7 മാസം കഴിഞ്ഞ വാഴയാണ്. ഇനിയൊരു 2 മാസത്തിനകം കുടം വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഇതിനും വേപ്പെണ്ണ പ്രയോഗവും പൊട്ടാഷ്യം യൂറിയയും കൂടി ഇടുന്നുണ്ട്. നല്ല വലിപ്പത്തിൽ നിൽക്കുകയാണ്. ഇടയ്ക്ക് ഇതിൻ്റെ ഇലയ്ക്ക് മുരടിപ്പുണ്ടായിരുന്നു. ബൊറാക്സ് ഇട്ടപ്പോൾ അത് മാറി. ഒരു 15 അടി പൊക്കത്തിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ കുഴപ്പം അതാണ്, വലിയ ഉയരത്തിൽ വളരും. വലിയ കാറ്റുള്ള സ്ഥലമാണെങ്കിൽ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ വലിയ കുല കിട്ടും. നല്ല രുചിയുള്ള പഴമാണ്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള കുലയാണ് സ്വർണ്ണമുഖി. ഇതിൻ്റെ കന്നുകളെല്ലാം ഒരു തവണ ചവിട്ടി ഉടച്ചതാണ്. വീണ്ടും അത് ചവിട്ടി ഉടയ്ക്കാൻ സമയം കഴിഞ്ഞു. ഇങ്ങോട്ട് വരാൻ കഴിയാത്തത് കൊണ്ട് ഒക്കെ വലുതായി. അതെല്ലാം ഇന്ന് ചവിട്ടിക്കളയുകയാണ്. അല്ലെങ്കിൽ തള്ളവാഴ ശോഷിക്കും. അപ്പോൾ ഈ വീഡിയോ ചെറുകിട വാഴ കർഷകർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏവർക്കും കർഷകൻ ബൈ അജിൽ അഗ്രോമാർട്ടിൻ്റെ നന്ദി, നമസ്കാരം.